ഗൈസ്, ഒരു ഔട്ടിംഗ് പോലാമാ. അപ്പൊ എങ്ങോട്ടാ ഔട്ടിംഗ് എന്നല്ലേ? ചന്തയ്ക്ക് പോയാലോ? നമ്മളിന്ന് കോങ്ങാടൻ ചന്ത കാണാൻ വേണ്ടി പോയി. ആദ്യം തന്നെ ഇന്ത്യക്ക് കുറച്ച് അപ്ലിക്കേഷൻ ചെയ്യേണ്ടതുകൊണ്ട് നേരെ കഫേയിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ബസ്സിൽ നേരെ നമ്മുടെ കോങ്ങാട്ടേക്ക്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിലൊരു യാത്ര പോകുന്നത്. സംസാരിച്ചിരുന്ന സ്ഥലം എത്തി അറിഞ്ഞില്ല. ബസ്സിലെ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ ചാടി ഇറങ്ങിയത്. അതുകൊണ്ട് കുറച്ചു ദൂരം നടക്കേണ്ടി വന്നെങ്കിലും ഈ ഒരു കട ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു അടിപൊളി കാളിനങ്ങ് പറഞ്ഞു. നല്ല ചൂട് കാളൻ. പണ്ടൊക്കെ വൈകുന്നേരങ്ങളിൽ കോങ്ങാട് വരുമ്പോൾ കാളിനൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ചൂടോടെ കാളൻ കഴിച്ചു. കുറെ കാലങ്ങളായിട്ടുള്ള ഒരു കാളൻ ഷോപ്പാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ കാളൻ നല്ലതായിരുന്നു. പിന്നെ അതെല്ലാം ആസ്വദിച്ച് കഴിച്ച് അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് യാത്ര തുടർന്നു. അടുത്തതായി നേരെ പോയത് ഡ്രസ് ഷോപ്പിലേക്കാണ്. ഞങ്ങൾക്കൊരു ചെറിയ ഡ്രസ്സ് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നേരെ ഇറങ്ങി. നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കോങ്ങാടൻ ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് കോങ്ങാടൻ ചന്ത. തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത ഉണ്ടാകാറ്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ത എന്ന കോൺസെപ്റ്റ് വളരെ സുപരിചിതമാണ്. വീട്ടിലേക്ക് ആവശ്യമായ ഒരുവിധ എല്ലാ സാധനങ്ങളും ചന്തയിൽ ഉണ്ടാവാറുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം കോങ്ങാടൻ ചന്തയുടെ ആഡംബരവും പ്രൗഢിയും വളരെ മങ്ങിയതായി എനിക്ക് തോന്നി. വിരലിൽ എണ്ണാവുന്ന ആളുകളും കടകളുമായി ചുരുങ്ങിപ്പോയി നമ്മുടെ കോങ്ങാടൻ ചന്ത. അങ്ങനെ ചന്ത കാണാൻ വന്ന് നിരാശരായ ഞങ്ങൾ നേരെ ഒരു ഫാൻസിയിലേക്ക് കയറി. നെയിൽ പോളിഷ് ടെസ്റ്റിംഗ് ആണേ. പിന്നെ ടെസ്റ്റ് റിസൾട്ട് ഒന്ന് കണ്ടാലോ? നെയിൽ പോളിഷ് നോക്കിയതാണ് കേട്ടോ, എല്ലാ കളർ നെയിൽ പോളിഷും. അങ്ങനെ ചന്തയിൽ നിന്ന് നേരെ ഡ്രസ് ഷോപ്പിലേക്ക്. ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങിക്കാനാണ് ഇനി അടുത്ത പരിപാടി. ഡ്രസ്സ് കണ്ടാൽ പിന്നെ ഗിഫ്റ്റ് വാങ്ങണോ നമുക്ക് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷനാണ് നമ്മുടെ ഇന്തുട്ടി. ഞങ്ങളുടെ കുറച്ച് തെരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാനുള്ള ശ്രമത്തിലായി. അങ്ങനെ കുറച്ചു നേരം ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഞങ്ങളും കുറച്ച് ഡ്രസ്സ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി. പിന്നീട് ഒരുപാട് നേരത്തെ സാഹസികതയ്ക്ക് ശേഷം ഞങ്ങൾ അവസാനം ഗിഫ്റ്റ് പാക്ക് ചെയ്തു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചേച്ചി കേട്ടോ. പിന്നീട് ഒന്നും നോക്കിയില്ല, നേരെ ബില്ലിംഗ് സെഷനിലേക്ക്. അങ്ങനെ സാധനം കയ്യോടെ വാങ്ങി നേരെ ഞങ്ങൾ ഇറങ്ങി ഒരു കൂൾ ബാറിലേക്ക്. ഒരു ചെറിയ ജ്യൂസ് കുടിച്ചാവും ഇനി അടുത്ത യാത്ര എന്ന് കരുതി. അപ്പൊ മനസ്സിലായി കാണല്ലോ, യാത്ര അവസാനിച്ചിട്ടില്ല. അവിടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ പോലും സ്വന്തമാണെന്ന അഹങ്കാരത്തിൽ ഇന്തുട്ടി നടന്നു പോകുന്നത് എവിടേക്കാണെന്നല്ലേ? ന്യൂ ചെന്നൈ ഷോപ്പിങ്ങിലേക്കാണ്. കാര്യമായി ചെരുപ്പിന്റെ കളക്ഷൻസ് ചെക്ക് ചെയ്ത് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഇന്തുട്ടി. പക്ഷെ ഇത്രയൊക്കെ ചെക്കിങ് നടത്തിയെങ്കിലും കാര്യമായി ചെരുപ്പൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അതിലൂടെ കറങ്ങി അങ്ങ് നടന്നു. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ കാണുന്നത് തന്നെ ഒരു രസമാണല്ലോ. പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. പിന്നെ കോങ്ങാടിനോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക്. പിന്നെ ഇന്തുട്ടിയുടെ കടയിലെത്തി ഞങ്ങളെ കാത്തിരുന്ന മേമയോട് കുറച്ചു നേരം സംസാരിച്ച് നേരെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ അതിസുന്ദരമായ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഇരുട്ടിൽ ചുറ്റും പാറി പറക്കുന്ന മിന്നുകൾ. എന്ത് രസം അത് കാണാനറിയോ? ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഔട്ടിങ്ങൾ നിങ്ങളെ എൻജോയ് ചെയ്യാറില്ലേ? റിലാക്സ് ആവാൻ ഇത് മതിയെന്നേ. വീഡിയോ ഇഷ്ടമായ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. എന്നാ പിന്നെ കാണാട്ടോ. ബൈ.